ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പഠിക്കുവാൻ ഒരുപാട് ആഗ്രഹമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് മടി വരുന്നു, എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് വയ്യ പഠിക്കാൻ, ഞാൻ നാളെ പഠിച്ചോളാം. സോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ ഈ കാരണങ്ങളാണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 2000 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 25 ഏജിന് എബോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്റ്റുഡന്റ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പേരൻസിന് വീഡിയോ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുക. ഈ നമ്മുടെ പേരൻസ് എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ ഈ പുക നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ പുക കാരണം അവിടെ ഫുള്ള് ബ്ലാക്ക് ആവാം, അല്ലെങ്കിൽ ആ ഒരു കിച്ചണിന്റെ ബ്യൂട്ടി തന്നെ നമുക്ക് നഷ്ടപ്പെടാം. സോ ഇതിനെ മറികടക്കാനുള്ള ഒരു മാർഗവുമായിട്ടാണ് RS ഏജൻസീസ് മുൻപോട്ട് വന്നിട്ടുള്ളത്. അവരുടെ സ്കീം എന്ന് പറയുന്നത് ആലുവ പുകയില്ല അടുപ്പുകൾ, നമ്മുടെ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് എന്നൊരു സ്കീമുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അവർ 10 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് RS ഏജൻസീസ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ വേണ്ടി അവരുമായി കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക. 10 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഇത് നേടുവാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ പഠിക്കുവാനിരിക്കുമ്പോൾ നമുക്ക് മടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇന്ന് വേണോ നാളെ പഠിക്കാം, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണ്ടേ? നമ്മുടെ ലൈഫിൽ നിന്ന് ഈ പഠിക്കുവാനിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ മടി എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യത്തില്ലേ, ആ തിങ്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതുക. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി വച്ചതിന് ശേഷം നിങ്ങൾ ഈ കാര്യത്തിലോട്ട് നോക്കിയിട്ട് പറയുക, ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കുവാനിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് കിട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന കാര്യം, ഇപ്പോൾ ചിലവർക്ക് പഠിക്കുവാനിരിക്കുമ്പോൾ അവർ അവരുടെ ഗെയിമിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ എന്തെങ്കിലും നിങ്ങളുടേതായ ഓരോരോ ഹോബീസ് ഉണ്ടല്ലോ, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ പഠിക്കുന്ന കാര്യം നിങ്ങൾ ഇതിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഈ സ്റ്റഡി ടൈമിൽ നിന്ന് നിങ്ങൾ എടുത്തു മാറ്റി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം പ്രൈവറ്റ് ആയിട്ടിരുന്ന് പഠിക്കുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു കമ്പൈൻ സ്റ്റഡി ആയിട്ട് ചെയ്യുക. ഇത് രണ്ടും ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിന് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആ 2 ടൈപ്പിനെ കുറിച്ച് പറഞ്ഞു പോകണമെങ്കിൽ അത് കുറച്ച് ലോങ് വീഡിയോ ആയി പോകും. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നിൽ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടിരുന്ന് പഠിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പഠിക്കുക. സോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നിങ്ങൾ ഒരു കാര്യത്തിനെയും കൊണ്ടുവരാതെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ പഠിക്കേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് ആണ് നിങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടത്. അതിന് നിങ്ങൾ പഠിച്ച് നല്ലൊരു നിലയിലെത്തി അവരെ നോക്കുന്നത്, അതാണ് അവർക്ക് വേണ്ടത്. സോ ഇത് നിങ്ങളുടെ മാത്രം ആഗ്രഹമല്ല, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ കാരണം നിങ്ങളുടെ ഫാമിലി അവിടെ രക്ഷപ്പെടുകയാണ്. സോ നിങ്ങൾ അത് ആലോചിക്കുക. നിങ്ങൾ പഠിക്കുവാനിരിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി പഠിക്കുക. അവരെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അവർക്ക് വേണ്ടി പഠിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പേരൻസിനെയൊക്കെ ഇഷ്ടമായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി പഠിക്കുക, അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കുവാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച് നല്ലൊരു മാർക്ക് ഡെവലപ്പ് ചെയ്ത് അത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ മടി മാറ്റുവാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം ഈ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യുക. ഈ ഫിസിക്കലായിട്ട് ചില മടികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുവാനിരിക്കുമ്പോൾ കുറച്ചു നേരം എനിക്കൊന്ന് കിടന്ന് ഉറങ്ങി നോക്കാം, എന്തായാലും ഇനിയിപ്പോ ഇത്രയും സമയമില്ലേ. സോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനെ മാറ്റിയെടുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പഠിക്കുന്ന കാര്യവും
പഠനവും വർക്കൗട്ടുമായിട്ട് എന്താണ് ബന്ധം? ഇങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ഒന്ന് വാമപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അത് പഠിക്കുവാൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ പഠിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുവാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വൈകിട്ടൊക്കെ നിങ്ങൾ മാക്സിമം സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലോട്ട് ടൈം മാക്സിമം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ കിടക്കുന്നതിന് മാക്സിമം ഒരു 2 അവേഴ്സോ അല്ലെങ്കിൽ ഒരു 3 അവേഴ്സോ മുമ്പ് നിങ്ങൾ പഠിക്കുവാനായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്തു, അതുപോലെ തന്നെ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മടി വരത്തില്ല. നമുക്ക് ഈ മെയിനായിട്ട് മടി വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാതെ നമ്മൾ പഠിക്കുവാനായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ മടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ഫ്രഷ് ആയി ഈ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ മടി മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിചാരിക്കണം, നിങ്ങൾ കാരണം നാളെ നിങ്ങളുടെ പേരൻസ് രക്ഷപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഇന്ന് ആരൊക്കെയാണോ നിങ്ങളുടെ മുഖത്ത് നോക്കിയടാ നീ നന്നാവത്തില്ലടാ, നിനക്ക് പഠിക്കാൻ കഴിവില്ല, നീ വെറും മണ്ടനാണ്, നിനക്ക് ചത്തൂടെടാ, ഇങ്ങനെയൊക്കെ നമ്മളോട് വന്ന് കുറെ പേര് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതിനെയൊന്നും നിങ്ങൾ മൈൻഡ് ആക്കാതെ നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ നല്ലൊരു നിലയിൽ എത്തണം. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് മടി എന്ന് പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഈ മടി എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒന്നും തിങ്ക് ചെയ്യേണ്ട. നിങ്ങളൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റ്സിനെ ഒരു നല്ല നിലയിൽ എത്തിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എണീറ്റ് വർക്ക് ചെയ്യൂ. ഇന്ന് നിങ്ങളെ കളിയാക്കിയവർ നാളെ നിങ്ങൾക്ക് വേണ്ടി കൈ അടിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് കിട്ടും. നമ്മൾ ഈ നമ്മുടെ ലൈഫിൽ മടി എന്ന് പറയുന്ന കാര്യം നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു കാര്യമാണ്. അല്ലാതെ ഈ മടി നമുക്ക് പഠിക്കുവാനിരിക്കുമ്പോൾ നമുക്ക് മടി വരുന്നത്, അത് എന്തുകൊണ്ടാണ് മടി വരുന്നത്? നമുക്ക് അതിനോട് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല, നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിലോട്ട് ഒട്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. നമുക്ക് വേറെ പല കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഈ കാര്യം നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കൂ. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി, നിങ്ങളുടെ പേരൻസിന്റെ ആഗ്രഹത്തിന് വേണ്ടി, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യൂ. അല്ലാതെ ഈ ജസ്റ്റ് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യൂ. ഈ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഈ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് നമ്മൾ അത് നേടിയതിന് ശേഷം നമ്മുടെ ബ്രെയിൻ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കുള്ള പ്രഷറിനെ കളയാൻ വേണ്ടിയാണ് ഈ എന്റർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടേതായ ലക്ഷ്യത്തിന് അച്ചീവ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ എന്റർടൈൻമെന്റ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ താല്പര്യം അതിലോട്ട് നിങ്ങൾ ഇറങ്ങും. ആദ്യം നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു ലക്ഷ്യത്തിന് അച്ചീവ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ എന്റർടൈൻമെന്റ് പിറകെ പോവുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മടിനെ നിങ്ങൾ മാറ്റി നിർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സാമിന് മാർക്ക് എങ്ങനെ ഇൻക്രീസ് ആയി വാങ്ങണം എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.